ഹായ് വെൽക്കം ബാക്ക് ടു എക്സൽ സ്കിൽ കോർണർ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു മേക്ക് പേയ്മെൻറ്റ് ഇൻ GST പോർട്ടൽ. എങ്ങനെയാണ് GST പോർട്ടലിൽ പേയ്മെൻറ്റ് കവർ ചെയ്യുന്നത് കാണാം. ഇന്ന് നമുക്ക് കവർ ചെയ്യുന്ന ടോപ്പിക്സ് പറഞ്ഞാൽ GST പോർട്ടലിൽ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് 4 സ്റ്റെപ്പാണ് പേയ്മെൻറ്റ് നടത്താനുള്ളത്. അതായത് ഒന്ന് ക്രിയേറ്റ് ആൻഡ് റിട്രീവ് ദി ചലാൻ, 2 GST പേയ്മെൻറ്റ് യൂസിങ് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ മോഡ്, അതുപോലെ മൂന്നാമത്തെ ടോപ്പിക് പറഞ്ഞാൽ ട്രാക്ക് സ്റ്റാറ്റസ് ഓഫ് GST പേയ്മെൻറ്റ്, പിന്നെ ബാലൻസ് വ്യൂ ദി ബാലൻസ് ഇൻ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ. അതായത് നമുക്ക് എങ്ങനെയാണ് പേയ്മെൻറ്റ് നടത്താൻ നമുക്ക് ഒരു ചെറിയ കോൺവെർസേഷൻ ചെയ്യാം. അതായത് എങ്ങനെയാണ് നമുക്ക് GST പോർട്ടലിൽ പേയ്മെൻറ്റ് നടത്താൻ പറ്റുക. GST പോർട്ടലിൽ പേയ്മെൻറ്റ് നടത്താൻ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. അതായത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓഫ്ലൈനോ അല്ലെങ്കിൽ ഓൺലൈൻ മോഡിൽ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഇതെങ്ങനെ ഓൾറെഡി GST പോർട്ടലിൽ ഒരു ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറാണ് പറയുന്നത്. ഈ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ ഒരു ഇലക്ട്രോണിക് വാലറ്റ് പോലെയാണ്. അതായത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇതിൽ പേയ്മെൻറ്റ് റെമിറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് നമുക്ക് GST പേയ്മെൻറ്റ് അതായത് ഓൺലൈനോ അല്ലെങ്കിൽ ഓഫ്ലൈൻ വഴി നമുക്ക് ഇതിൻ്റെ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിൽ പേയ്മെൻറ്റ് ക്രെഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഈ എമൗണ്ടാണ് നമ്മുടെ ലയബിലിറ്റി, അതായത് ടാക്സ് ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ പെനാൽറ്റിയോ ഇതിലേക്ക് ലയബിലിറ്റിക്ക് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ ബാലൻസ് നമുക്ക് എപ്പോഴൊക്കെ മാസാവസാനമാണോ മാത്രമാണോ ഇത് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുക. GST മെത്തേഡിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് നമുക്ക് ഇലക്ട്രോണിക് ലെഡ്ജറിൽ എപ്പോൾ വേണമെങ്കിലും പൈസ നമുക്ക് പേയ്മെൻറ്റ് നടത്താം. ഈ നമുക്ക് എപ്പോഴാണോ ഇതിൻ്റെ എമൗണ്ട്, ദാറ്റ് മീൻസ് നമുക്ക് ഈ ക്രെഡിറ്റ് യൂട്ടിലൈസ് ചെയ്യണത് നമുക്ക് ഇതിൻ്റെ പേയ്മെൻറ്റ് ലയബിലിറ്റിയിലേക്കോ അല്ലെങ്കിൽ ടാക്സ് ഇൻട്രസ്റ്റിലേക്കോ എപ്പോഴാണ് ഡ്യൂ വരുന്നത് അപ്പോൾ യൂസ് ചെയ്യാൻ മതി. ഇതുപോലെ നമുക്ക് ഇത് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പേയ്മെൻറ്റ് ഓപ്ഷൻ, അതായത് നമുക്കിവിടെ മുമ്പ് ഡിസ്കസ് പോലെ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ മോഡ്. ഓൺലൈൻ മോഡിൽ നമുക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വഴി പേയ്മെൻറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് ലിമിറ്റ് ഇല്ല, അൺലിമിറ്റഡ് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അതുപോലെ ഓഫ്ലൈൻ മോഡിൽ നമുക്ക് NFT വഴി അൺലിമിറ്റഡ് ആണ്. പക്ഷേ ഓവർ ദി കൗണ്ടർ വഴി പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ 10,000 വരെ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇതെങ്ങനെയാണ് നമുക്ക് GST പോർട്ടലിൽ പേയ്മെൻറ്റ് നടത്തുന്നത് കാണാം. അതായത് നമ്മൾ GST പോർട്ടലിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്ക്രീൻ, അത് ഫ്രണ്ട് സ്ക്രീനിൽ, അതായത് ഹോം സ്ക്രീനിൽ സർവീസസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ പേയ്മെൻറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഈ പേയ്മെൻറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് ചലാൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ക്രിയേറ്റ് ചലാനിലാണ് നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് ചലാൻ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അത് ചലാൻ ക്രിയേറ്റ് ചെയ്യാൻ നമുക്കിവിടെ കാണാം മെയിൻ ഹെഡ്സ് അല്ലെങ്കിൽ അതുപോലെ സബ് ഹെഡ്സ് ഉണ്ട്. അതായത് CGST, IGST, സെസ്, പിന്നെ ഏതാണോ സ്റ്റേറ്റ് ആ സ്റ്റേറ്റിൻ്റെ കോളം. അതേപോലെ തന്നെ റൈറ്റ് സൈഡിൽ നമുക്ക് ടാക്സ്, ഇൻട്രസ്റ്റ്, പെനാൽറ്റി, ഫീസ്, അതർ. അതായത് നമുക്ക് ഏതൊക്കെയാണോ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്, ടാക്സിലേക്കാണോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റിലേക്കാണോ പെനാൽറ്റിയിലേക്കാണോ ഫീസിലേക്കാണോ, ഇതിൻ്റെ ബോക്സുകൾ ഫില്ല് ചെയ്യാം. ഈ ബോക്സുകൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ടോട്ടൽ ചലാൻ എമൗണ്ടിലും അതുപോലെ ടോട്ടൽ ചലാൻ ഇൻവേഴ്സും ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ല് ചെയ്യും. ഇപ്പോൾ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ CGST അല്ലെങ്കിൽ ഓരോ എമൗണ്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. ഇത് നമുക്ക് വളരെ ശ്രദ്ധപൂർവ്വം നമുക്ക് എത്രയാണ് ലയബിലിറ്റി, ആ ലയബിലിറ്റിയാണ് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. അതിൻ്റെ ടോട്ടൽ എമൗണ്ടാണ് ടോട്ടൽ ചലാൻ എമൗണ്ടിൽ ഇവിടെ കാണാൻ സാധിക്കുക. ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ചലാൻ ക്രിയേറ്റ് ചെയ്യണം. ചലാൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് 3 ഓപ്ഷനുള്ളത്. അതായത് നമുക്ക് പേയ്മെൻറ്റ് മോഡ് ചെയ്യാം. പേയ്മെൻറ്റ് മോഡ് ഉണ്ട്. ഒന്ന് ഈ പേയ്മെൻറ്റ്, ഓവർ ദി കൗണ്ടർ, നെഫ്റ്റ്, RTS. ഇപ്പോൾ ഞാൻ NFT വഴി പേയ്മെൻറ്റ് ചെയ്യാൻ വിചാരിക്കാം. NFT വഴി പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ NFT അല്ലെങ്കിൽ RTS ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബാങ്കുകളായിട്ട് GST പോർട്ടലിൽ കണക്റ്റഡ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഏതൊക്കെ ബാങ്കാണ് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള ബാങ്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇവിടെ കാനറ ബാങ്കാണ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് ബാങ്കിലാണോ പേയ്മെൻറ്റ് കൊടുക്കുന്നത് ആ ബാങ്കാണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ കാനറ ബാങ്കിൽ ഓപ്ഷൻ കൊടുക്കുക. കാനറ ബാങ്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഈ ചലാൻ വഴി കാനറ ബാങ്ക് ത്രൂ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത് നമുക്ക് ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്. ഇത് ചലാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സേവ് ചെയ്യാം, അല്ലെങ്കിൽ ജനറേറ്റ് ചലാൻ എന്നിട്ട് ചലാൻ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇവിടെ കാനറ ബാങ്ക് ഓപ്ഷൻ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇവിടെ സേവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ബട്ടൺ ചെയ്തു. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഓട്ടോമാറ്റിക് നമ്മുടെ ചലാൻ സക്സസ്ഫുള്ളി സേവ് ആയി. ഇത് നമുക്ക് ഫൈനലല്ല. നമുക്ക് ഇവിടെ ഇനി ഒരു ഓപ്ഷൻ കൂടി വേണമെങ്കിൽ നോക്കാം. സേവ്ഡ് ചലാനിൽ ഓപ്ഷൻ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണം, അതായത് നമ്മൾ ചെയ്ത പ്രോസസ്സിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, ഇനി എന്തെങ്കിലും നമുക്ക് അതിൽ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നമുക്ക് സേവ്ഡ് ചലാൻ ഓപ്ഷനിൽ വരാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ റെഫറൻസ് നമ്പർ കാണാം, അല്ലെങ്കിൽ നമ്മുടെ ഏതാണ് ചലാൻ ക്രിയേറ്റ് ചെയ്ത് കാണാം. അതിൽ എഡിറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും ഓപ്ഷൻ ഉണ്ട് ആക്ഷൻ ബട്ടണിൽ. ഇത് എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നമുക്ക് എന്തെങ്കിലും എമൗണ്ടിൽ വല്ല മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ എമൗണ്ടിൽ മാറ്റം വരുത്താം. അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ താഴത്തേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ജനറേറ്റ് ചലാൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഈ ജനറേറ്റ് ചലാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ചലാൻ സക്സസ്ഫുള്ളി ജനറേറ്റ് ആവും. ഇതുവഴി നമുക്കൊരു CPIN നമ്പർ കിട്ടും. അതായത് ഇതിൻ്റെ പിൻ നമ്പറായിട്ട് ഈ നമ്പറിലാണ് പേയ്മെൻറ്റ് പോവുക.
ഈ പിന്നെ ഇതിൻ്റെ നമുക്ക് ഇനി ബാങ്കിൽ പോയി പേയ്മെൻറ്റ് നടത്തണമെങ്കിൽ, അതായത് നമ്മൾ കാനറ ബാങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് നടത്തണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു ഡൗൺലോഡ് ചെയ്യണം. അതായത് ഇതിൻ്റെ ചലാൻ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ താഴത്തേക്ക് ഡ്രാഗ് ചെയ്യുക. ഇവിടെ ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ക്ലിക്ക് ഡൗൺലോഡ്. ഇവിടെ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. ഈ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു PDF ഫയൽ ജനറേറ്റ് ആവും. ഈ PDF ഫയൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ PDF ഫയൽ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഓൾറെഡി ഡീറ്റെയിൽസ് ഉണ്ടാവും. ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ ഡീറ്റെയിൽസും ഇവിടെ അപ്ഡേറ്റഡ് ആയിട്ടുണ്ടാവും. അതായത് ഇത് മാൻഡേറ്റ് ഫോമാണ്, അത് ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്യണതാണ്. ഇത് നമ്മൾ കാനറ ബാങ്കായി ഓതറൈസ്ഡ് വെക്കാൻ, അതായത് കാനറ ബാങ്കിലേക്ക് പേയ്മെൻറ്റ് നടത്തുന്നുണ്ട് എല്ലാ ഓതറൈസേഷനാണ്, ഇൻക്ലൂഡിങ് ചലാൻ. നമ്മൾ ആരാണ് ബെനിഫിഷ്യറും അത് ആരാണ് റെമിറ്ററും അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്യും. ഇത് വെച്ചിട്ട് GST ആണ് ഇതിൻ്റെ ബെനിഫിഷ്യർ, അതുപോലെ തന്നെ അതിൻ്റെ പിൻ നമ്പറാണ് നമ്മുടെ അക്കൗണ്ട് നമ്പറായിട്ട് വരുന്നത്. ഇത് വെച്ചിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ സ്റ്റെപ്പുകൾ ഇങ്ങനെയൊക്കെയാണ്. ആദ്യം PDF എടുക്കുക, PDF ഫയൽ എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാങ്കിലേക്ക് ഡെബിറ്റ് മാൻഡേറ്റ് ഒരു ചെക്ക് ആയിട്ട് നമുക്ക് റെമിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് വൺസ് ഇത് ട്രാൻസാക്ഷൻ പ്രോസസ്സ് കഴിഞ്ഞാൽ റിസർവ് ബാങ്ക് വഴി GSTയിൽ പ്രോസസ്സ് കഴിഞ്ഞാൽ 2 മണിക്കൂറിനുള്ളിൽ GST പോർട്ടലിൽ നമുക്ക് ഇതിൻ്റെ കൺഫർമേഷൻ കിട്ടും. ഓക്കെ, ഇത് കഴിഞ്ഞ് നമുക്ക് ഇതിൽ ഒരു UTR നമ്പർ കിട്ടും. ഈ UTR നമ്പർ ഇമെയിൽ വഴി അല്ലെങ്കിൽ SMS വഴി ലഭിക്കും. ഇതുവഴി ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നതിൻ്റെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ UTR നമ്പർ നമ്മുടെ CPIN നമ്പറായിട്ട് നമുക്കിവിടെ പോർട്ടലിൽ ലിങ്ക് ചെയ്യാൻ സാധിക്കും. GST പോർട്ടലിൽ ലിങ്ക് ചെയ്യാം. അത് ഓപ്ഷണലാണ് ചെയ്യാം. ഇനി ഇതെങ്ങനെ നമുക്ക് നമ്മുടെ GST പോർട്ടൽ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാണാം. GST പോർട്ടൽ വന്നു കഴിഞ്ഞാൽ മുമ്പ് പറഞ്ഞ പോലെ സർവീസ് ടാബിൽ വരാം. ലോഗിൻ ചെയ്തിട്ട് സർവീസ് ടാബിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ലെഡ്ജർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ലെഡ്ജറിൽ ക്ലിക്ക് ചെയ്യുക. ലെഡ്ജറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ക്യാഷ് ബാലൻസ് കാണാം. ഈ ക്യാഷ് ബാലൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ അക്കൗണ്ടിലാണ് ക്യാഷ് ബാലൻസ് ഉള്ളത് നമുക്ക് കാണാൻ സാധിക്കും. IGST എത്രയുണ്ട്, CGSTയിൽ എത്രയുണ്ട്, അതുപോലെ SGSTയിൽ എത്രയുണ്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ ക്രെഡിറ്റ് ക്യാഷ് ബാലൻസ്. ഇത് വെച്ച് നമുക്ക് യൂട്ടിലൈസ് ചെയ്തിട്ട് നമുക്കിവിടെ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആകും. നമ്മൾ എപ്പോഴാണ് ക്യാഷ് ലെഡ്ജർ മാറ്റുന്നതെന്ന് വെച്ചാൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. അതുപോലെ ഈ ക്യാഷ് ലെഡ്ജർ നമുക്ക് 2 കൂട്ടർക്ക് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. പിന്നെ ഈ ക്യാഷ് ലെഡ്ജറിൽ സ്പെസിഫിക് ലയബിലിറ്റി, അതായത് ലയബിലിറ്റി ഓട്ടോമാറ്റിക്കായിട്ട് ട്രാൻസ്ഫർ ആകും. അതുപോലെ കൂടുതൽ വീഡിയോസ് കിട്ടാൻ വേണ്ടി നമ്മളെ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ബൈ, സീ യു.